ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. എല്ലാരും എന്ത് പറയണു? സുഖമായിട്ടിരിക്കണം. ഞാനോട് സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണ ടോപ്പിക് എന്താണെന്ന് തമിഴിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ല. കാരണം മെയിൻ ആയിട്ടുള്ള കാരണം എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയണം, അതായത് എന്റെ കൂടെ ഉള്ളവരോട് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, ഒക്കെ കറക്റ്റ് ആണെന്നില്ല. അതായത് നമ്മളിപ്പോ പുറമെ പോകുമ്പോ നമ്മള് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും, ഒരാള് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഒരു അറ്റയർ, അതായത് നമ്മളെ ആറ്റിറ്റ്യൂഡ് അറ്റയർ ഒക്കെ, അതായത് നമ്മളൊരു ലുക്ക് ഓക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും മിക്ക ആൾക്കാരും. കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകാനും മുടിയൊക്കെ നല്ല രീതിക്ക് സ്റ്റൈലായിട്ട് പോകാനൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് വേറെ ആൾ പുറമെ നമ്മളെ കാണുമ്പോൾ നമ്മളെ പറ്റിയിട്ട് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരു ഗുഡ് ഇംപ്രഷൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആയിരിക്കും ആഗ്രഹം അല്ലെ. പ്രത്യേകിച്ച് ഞാൻ ലേഡീസിനാണ് ഈ കാര്യങ്ങൾ പറയണേ കേട്ടാ. ഗേൾസിന്റെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. അപ്പോ എനിക്ക് ചെറുപ്പത്തില് മീൻസ് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്തൊരു ടൈമായി ഉണ്ടാവില്ലേ, ആ ഒരു ടൈമില് എനിക്ക് കുറെ അബദ്ധങ്ങള്, അതായത് അറ്റയറിൽ മൊത്തമുള്ള ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളിലും കുറെ അബദ്ധങ്ങൾ കുറെ പറ്റിയിട്ടുണ്ട്. അത് ആ സമയത്ത് നമുക്ക് അറിയില്ല. ആ ഒരു സമയത്ത് നമ്മൾ അതാണ് സെറ്റപ്പ്, അതാണ് ലുക്ക് എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അന്ന് എനിക്ക് പറ്റിയ കുറെ അബദ്ധങ്ങളുണ്ട്. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണാണ്. നമ്മൾ അനിയത്തിമാരായാലും ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പൊ അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെ ചാനലാകുമ്പോൾ ഒരാളെങ്കിൽ ഒരാൾ കണ്ടിട്ട് അയാൾക്ക് ഒരു ഉപകാരം, കുഞ്ഞൊരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടാ. കൂടുതൽ വളവളാന്ന് വർത്താനം പറഞ്ഞിട്ട് കോളാക്കണില്ല, കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നേരെ മാറ്ററിലേക്ക് പോവാം. അതായത് നമ്മള് പുറത്തിറങ്ങുമ്പോ നമ്മൾ ലുക്കൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല, ആള് നല്ലൊരു സെറ്റ് ആയിട്ടുള്ളതാണ്. സെറ്റ് മീൻസ് നല്ല വില കൂടിയ സാധനങ്ങൾ ഇട്ടിട്ട് ഒരുപാട് സ്വർണം, അതായത് ഡയമണ്ട് അത് ഇതൊക്കെ ഇട്ടിട്ട്, അതല്ല ഞാൻ സെറ്റ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഞാൻ സാധാരണക്കാരിയാണ്, മിഡിൽ ക്ലാസ് ഫാമിലി ആയാലും ലോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ആ ഒരു ലെവലിലുള്ള ആളാണ് ഞാന്. അപ്പോ ഞാന് പക്ഷെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാൻ വിചാരിച്ചു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ അൾട്രാ മോഡേൺ അല്ല, അങ്ങനത്തെ എനിക്ക് ഇഷ്ടമാണ് മോഡേൺ ആവാൻ ഇഷ്ടമാണ് അല്ല ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ആവാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഒരു നാടൻ ലുക്കിൽ നിന്ന് കുറച്ചൊരു ലിഫ്റ്റപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഒന്നും കൂടി ഒരു സെറ്റ് ആവണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നാടൻ ലുക്ക് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അടിപൊളിയാണ്. ആ ഒരു രീതിയിൽ നടക്കുന്ന ആൾക്കാർക്ക് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമായിട്ട്. അവരെ കംഫർട്ട് ആണെങ്കിൽ അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളൊരു 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ആ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്തിട്ട്, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും നോക്കി നോക്ക്. കാരണം ഞാനിപ്പോ ഇവിടെ വന്നിട്ട്, ഞാനിപ്പോ UAE-ലുള്ള കേട്ടോ. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഓരോരുത്തർ ചെയ്യണ, അതായത് നല്ല മോഡേൺ ആയിട്ടുള്ള ലേഡീസ് ഉണ്ടാവില്ല, അവർ ചെയ്യണ കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. പക്ഷെ എന്നാലും ഒന്ന് നോക്കി നോക്ക്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ആഗ്രഹമുള്ളവർ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ നമ്മളിവിടെ 5 കാര്യങ്ങളാണ് പറയണത്. ഒന്നാമത്തെ കാര്യം ഹെയർ ആണ് കേട്ടോ. ഹെയർ നമ്മള് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകളും ചെയ്തിരുന്നു, ഞാനും ചെയ്തിരുന്നതാണ്. പിന്നെ ചെയ്ത് കാണാൻ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക് അവരെ അമ്മമാരല്ലേ കെയർ ചെയ്യാം. അമ്മമാര് നന്നായി കെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യണത്. ചെറുപ്പത്തിൽ നന്നായി എണ്ണ കിനിഞ്ഞ ഇങ്ങനെ അങ്ങനത്തെ ഹെയറിലല്ലോ നമ്മൾ നടന്നിരുന്നത് പണ്ടൊക്കെ. അതായത് പുറത്തേക്ക് പോകുമ്പോൾ മാക്സിമം തലയിൽ എണ്ണ ഇല്ലാതെ നോക്കുക. അതായത് നമ്മൾ എണ്ണ തേച്ച് ഹെയർ കെയർ മസ്റ്റ് ആണ്. ഹെയർ കെയറിന് എണ്ണ അടിപൊളിയാണ്, അല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതുകൊണ്ട് ഒരു ദോഷം മെയിൻ ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ മറ്റേ ഡസ്റ്റ് ഒക്കെ നമ്മളെ തലയിൽ സ്കാൽപ്പിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് മുടി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ. പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണ കിനീണ ഒരു ഹെയർ ഓർക്കനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഓക്വേർഡാണ് കേട്ടോ. പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിലെ ഹെയർ കെയർ ചെയ്യുക, എണ്ണ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷാമ്പൂ ഇട്ട് മുടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ലുക്കൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതിന്റെ ഉദാഹരണം, മെയിൻ ആയിട്ടുള്ള ഉദാഹരണം, വേറൊരു ഫോട്ടോ ഞാൻ എടുക്കണില്ല, എന്റെ ഫോട്ടോ തന്നെ കാട്ടിത്തരാം. ഞാൻ പണ്ടത്തെ നിന്റെ ഒരു ഫോട്ടോ ഇപ്പത്തെ ഒരു ഫോട്ടോ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ഫോട്ടോയില് ഞാൻ തീരെ പ്രിപ്പയർ ആയിരുന്നില്ല, പുറത്തേക്ക് പോകണം എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നില്ല അന്നത്തെ ദിവസം. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ്ങിൽ പോയതാണ്. രണ്ടാമത്തെ പിന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്ത സമയത്താണ് കേട്ടോ. അപ്പോ പുറത്തേക്ക് പോകുമ്പോ എത്രയായാലും ഇങ്ങനെ എണ്ണ തേച്ച് ഇങ്ങനെ പറ്റിച്ച് ചീവി വെച്ചിട്ട് അങ്ങനെ പോവാതിരിക്കുക. മാക്സിമം ഷാമ്പും കണ്ടീഷണറും ഇട്ട് മുടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് കൊണ്ട് നടക്കുക. പിന്നെ നമ്മൾ ചെയ്യണ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസും ടോപ്പും ഇട്ടിട്ട് മുടി ഹെയർ സ്റ്റൈല് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഹെയർ സ്റ്റൈല് മറ്റേ കുളിമട എന്ന് പറയില്ലേ, നമ്മളെന്താ പറയാൻ എനിക്കറിയാം, എഴെടുത്ത് മടയാന്ന് പറയും. ഇത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മടഞ്ഞിടൂലേ, അതൊരിക്കലും
ജീൻസിലേക്കും ടോപ്പിലേക്കും ബെറ്റർ അല്ല കേട്ടോ. വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ഒന്നിലേക്കും നല്ലതല്ല. അതായത് ഫ്രോക്ക് ആയിക്കോട്ടെ, സ്കേർട്ടും ടോപ്പ് ആയിക്കോട്ടെ, ജീൻസും ടോപ്പ് ആയിക്കോട്ടെ, അതിലേക്ക് ഒന്നും ആ ഒരു ലുക്ക് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. ഈ ഒരു ലുക്ക് ഉദ്ദേശിച്ചാ ഇങ്ങനത്തെ ഞാൻ മനസ്സിലാൻ വേണ്ടിട്ട് ജസ്റ്റ് ഫോട്ടോ ഇട്ടെന്നുള്ള അങ്ങനെയൊന്നും ഒരിക്കലും ജീൻസിലേക്കും ടോപ്പിലേക്കും ഒന്നും മുടി കെട്ടിയിട്ട് പുറത്ത് പോയത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ഒന്നാമത്തെ മിസ്റ്റേക്ക്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലുള്ള ക്ലിപ്പുകളില്ലേ, അതിട്ടിട്ട് മുടി ഇങ്ങനെ എടുത്ത് ബാക്കില് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ബാക്കിൽ ഇടുന്ന ഒരു രീതി ഉണ്ട്. അപ്പൊ ക്ലിപ്പ് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ക്ലിപ്പ് നല്ലതാണ്, പക്ഷെ അത് ഈ ഒരു ജീൻസ് ടോപ്പ് വെസ്റ്റേൺ ഔട്ട്ഫിറ്റിലേക്ക് അത് അത്ര നല്ലതല്ല. ഒരു മോഡേൺ ലുക്കിലേക്ക് വരുമ്പോ ആ ഒരു ലുക്ക് ഭയങ്കര ബോറായിട്ട് നിൽക്കും. ഒരിക്കലും ജീൻസും ടോപ്പ് ഇട്ടിട്ട് ദയവ് ചെയ്ത് മുല്ലപ്പൂ വെക്കരുത്. ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കുഞ്ഞു മക്കളായിക്കോട്ടെ, കുറച്ചുകൂടി വലിയവരായിക്കോട്ടെ, കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജീൻസും ടോപ്പും ഇടും, എന്നിട്ട് മുല്ലപ്പൂവും വെക്കും. ചെയ്യരുത് കേട്ടോ. മാക്സിമം ലൂസ് ഹെയർ ഇടാൻ നോക്കുക, മുടി അഴിച്ചിടാൻ നോക്കുക. പിന്നെ മുടി അഴിച്ചിടാൻ എല്ലാവർക്കും കംഫർട്ട് ആണെന്നില്ല മുടി ഫ്രണ്ടിലേക്ക് വന്നിട്ട് വെക്കുക. അപ്പൊ ഞാനിത് ഇതേപോലത്തെ ഈർക്കിൾ സ്ലൈഡ് അല്ലെങ്കിൽ ഈർക്കിൾ ഹെയർ ബാൻഡ് എന്ന് പറയും. അങ്ങനെ പറയുക. അതിന്റെ ഇംഗ്ലീഷ് വേർഡൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ ഒരു ഈർക്കിൾ ഹെയർ ബാൻഡ് ഇല്ലേ, ഇങ്ങനത്തെ മോഡല്, അങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് ഇതേപോലെ ഇങ്ങനെ വലിച്ചു വെക്കരുത്. ഇങ്ങനെ നേരെ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മുടി അവിടെ സെറ്റ് ആയിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയത് പോണിറ്റൈലാണ്. പോണിറ്റൈല് പിന്നെ എല്ലാ ഡ്രസ്സിലേക്കും പറ്റുന്നതാണ് എന്റെ ഒരു ഇത്. പോണിറ്റൈല് പറഞ്ഞ പോലെ ബണ്ണെടുത്തിട്ട് ഇവിടെ ഇടാൻ നോക്കുക. മാക്സിമം ബ്ലാക്ക് ബണ്ണാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം ബ്ലാക്ക് ആകുമ്പോൾ എല്ലാറ്റിക്കും ചേരും ചെയ്യും. നമ്മളെ മുടിയിലാവുമ്പോൾ അധികം എടുത്ത് കാണിക്കൂല. ചില കളർ ഇങ്ങനെ ഫ്ലോറസെന്റ് ആയിട്ടുള്ള കളറൊന്നും ഇടാതിരിക്കുക. ജസ്റ്റ് ഒരു ബ്ലാക്ക് ബണ്ണെടുത്തിട്ട് പോണിറ്റൈൽ കെട്ടുക. പിന്നെ നിങ്ങൾ സാധാരണ സെന്റർ പാർട്ടീഷൻ ആ മുടി എടുക്കുന്ന ആളുകൾ വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡ് പാർട്ടീഷൻ എടുത്ത് നോക്കുക. അതായത് നിങ്ങൾ എങ്ങനെയാണ് സാധാരണ മുടി ചെയ്യണത് അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീവിയൊന്ന് നോക്കുക. ഇടത്തോർന്ന് ഇങ്ങോട്ടൊക്കെ ചീവി നോക്കുക. ചിലപ്പോൾ നിങ്ങളെ മുഖത്തിന് തന്നെ നല്ല വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതാ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഹെയറിൽ ശ്രദ്ധിക്കണം എനിക്ക് തോന്നിയിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നിയുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഹെയറിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഡ്രസ് സെൻസ് തന്നെ സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മള് എത്തരത്തിലുള്ള ഒരു ഇതാണ്, ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ എന്നുള്ള വിഷയം. അതില് നമ്മള് ഡ്രസ് സെൻസ് വേണം നമുക്ക്. അതായത് എനിക്ക് തോന്നിയിരിക്കുന്നത് നമുക്ക് തന്നെ ഒരു ഇത് വേണം. എന്ത് ഡ്രസ് തന്നെ ഇടണ്ട, അതിന്റെ കളർ എങ്ങനെ വേണം, ഏതൊരു ലുക്കിൽ വേണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ. അതായത് മെയിൻ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു മരണ വീട്ടിൽ പോണ ഒരു ഡ്രസ്സ് ആയിരിക്കും നമ്മളൊരു കല്യാണത്തിന് ഇടുക. ആ ഒരു സെൻസ് നമുക്കുണ്ടല്ലോ. ആ ഒരു സെൻസ് മിക്ക ആളുകൾക്കും ഉണ്ട്. അതാണ് ഒരു ഡ്രസ് സെൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് മെയിൻ ആയിട്ട് മനസ്സിലാക്കണം. അത് അമ്പലത്തിൽ പോണ ലുക്ക് ആയിരിക്കില്ല നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ. മനസ്സിലായില്ലേ? ആ ഒരു സെൻസാണ് നമുക്ക് വേണ്ടത് മെയിൻ. ഡ്രസ് അങ്ങനത്തെ വേണമെന്നും പിന്നെ കളർ സെൻസും വേണം കേട്ടോ. അത് രണ്ടും ഞാൻ ഡിഫറെന്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അതായത് ഡ്രസ്സിൽ പാന്റ് ജീൻസ് ഇടാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ഇത് എത്ര ലെങ്ത് ഉള്ള ജീൻസ് ഇടരുത്. ദയവായിട്ടും പറയണം, അത്ര ലെങ്ത് ഉള്ള ജീൻസ് ഇടരുത്. അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും നമുക്ക്. ഇനി അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെരുപ്പിന്റെ കാര്യം വേറെ പറയാം, എന്നാലും പറയുകയാണ് അതിലേക്ക് ഒരു ഷൂ ഇട്ട് കഴിഞ്ഞാൽ എന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. മാക്സിമം അതെങ്ങനെ ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ജീൻസ് ഇടാൻ നോക്കുക. പക്ഷെ ഇപ്പൊ ഒരുപാട് ജീൻസ് വെറൈറ്റികളുണ്ട്. ബാഗി ജീൻസിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതൊക്കെ ഓക്കെയാണ്, അതൊക്കെ അടിപൊളിയാണ് ലുക്ക്. പക്ഷെ ജീൻസ് ഇതേപോലെ ടൈറ്റ് ജീൻസ് ആണെന്ന് വെച്ചെങ്കിൽ ഒരിക്കലും ഈ ഒരു ലെങ്ത്തിൽ ഇടരുത്. ഈ ലെങ്ത്തിൽ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്, ആംഗിൾ ലെങ്ത്. അതാണ് അതിന്റെ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുക. പിന്നെ ഒരിക്കലും ടീഷർട്ട് ഇടുകയാണെങ്കിൽ ഒരിക്കലും ഇത് എങ്ങനെയൊന്നും ഇത്ര നീളമുള്ള ടീഷർട്ട് ഒന്നും ഇടരുത് കേട്ടോ. ഭയങ്കര വൃത്തികേടായിരിക്കും. നിങ്ങൾ ഷോർട്ടായിട്ടുള്ള ടീഷർട്ട് ഇടുക. അതാണ് അതിന്റെ ഒരു ഭംഗി. ഇല്ലാച്ചെങ്കിൽ വല്ല കുർത്തി ടോപ്പ് ഇടുക. അതായത് ഷോർട്ട് കുർത്തി ആയിട്ടുള്ള അങ്ങനത്തെ ടോപ്പുകളൊക്കെ ഇടും, എന്നാലും വൃത്തി ഉണ്ടാവും. ജീൻസിലേക്ക് എപ്പോഴും ഏറ്റവും ബെറ്റർ കുറച്ചൊരു ക്രോപ്പ് ആയിട്ടുള്ള, അത് ഭയങ്കര ക്രോപ്പ് ടോപ്പ് എന്നല്ല ഞാൻ പറയണത്, കുറച്ചൊന്ന് കയറി കിടക്കേണ്ട ഒരു ടോപ്പാണ് ജീൻസിലേക്ക് എപ്പോഴും വൃത്തി ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കളറിനെ പറ്റിയിട്ടും കൂടി കളർ സെൻസിന്റെ കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. കാരണം ഈ ഡ്രസ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയുക, കുറെ പറയാനുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ജസ്റ്റ് ആ ബേസിക് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ കേട്ടോ. പിന്നെ കളർ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സിലേക്ക് മാച്ചായിട്ട് പണ്ട് തൊട്ടിട്ട് നമുക്കുള്ള ഒരു ഇതാണല്ലോ, ഒക്കെ മാച്ചായിട്ട് ഇടുക. അതായത് നമ്മളൊക്കെ മാച്ചായിട്ട് ഇടരുത് ഒരിക്കലും. അതായത് ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ഒരു നിങ്ങൾ മനസ്സിൽ കണ്ടോക്കി നമ്മളൊരു ബ്ലാക്ക് ഫ്രോക്ക് ഇടണ വിചാരിച്ചോ, അല്ലെങ്കിൽ ബ്ലാക്ക് സാരി, എന്തായിക്കോട്ടെ, ബ്ലാക്ക് ചുരിദാർ എന്തായിക്കോട്ടെ, ബ്ലാക്ക് ഒരു ഫ്രോക്ക് ഇടണ വെച്ചെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു ബ്ലാക്ക് ബാഗ്, ബ്ലാക്ക് ചെരുപ്പ്, അയ്യോ ഒരുപാട് വൃത്തികളായിരിക്കും ഒക്കെ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ കോൺട്രാസ്റ്റ് കളർ പിടിക്കുക. അപ്പൊ അത് ബ്ലാക്ക് ഡ്രസ്സാണെങ്കിൽ അതിലേക്ക് ഒരു യെല്ലോ, അതായത് ഒരു മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ പിസ്ത ഗ്രീന് അങ്ങനത്തെ കളറ് ഒരു ബാഗും ചെരുപ്പാണെങ്കിൽ
അല്ലെങ്കിൽ ബാഗും ഷൂ ഒക്കെ ആണെങ്കിൽ അതൊരു വെറൈറ്റി ആയിട്ട് തന്നെ നിൽക്കുക. അങ്ങനത്തെ ഒരു സെൻസ് നമുക്ക് വേണം. അതാ ഞാൻ പറഞ്ഞത്. ഒരു കളറിലേക്ക് അതിന്റെ കോൺട്രാസ്റ്റ് കളർ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുന്ന അങ്ങനെ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ കളറിന് ഒരുപാട് ഇത് നമുക്ക് വരുത്താൻ പറ്റും. പിന്നെ കളറിന്റെ കാര്യത്തിൽ വേറൊരു ഇത് ഉള്ളത് സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയാം. അതായത് നടുക്ക് ഒരു കളറ് മേലെയും താഴെയും സെയിം കളറ്. അതായത് ടോപ്പായിട്ട് നമ്മളൊരു വൈറ്റ് ടീഷർട്ടാണ് വെച്ചെങ്കിൽ നമ്മൾ ബ്ലാക്ക് പാന്റാണ് വെച്ചെങ്കിൽ ഈ ടീഷർട്ടിന്റെ കളർ ഷൂ നമ്മൾ ഇടാൻ നോക്കുക. അതായത് വൈറ്റ് ഷൂ ഇടാൻ നോക്കുക. അടുക്കൊരു കളറായിരിക്കും മേലും താഴെയും സെയിം കളറായിട്ട്. അത് ഏത് ഡ്രസ്സാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുക. കളർ സെൻസ് ഇതാണെങ്കിൽ ഇത്രയ്ക്ക് പറഞ്ഞുതരാനുള്ളത്. ഇത് പറയുകയാണെങ്കിൽ കുറെ പറഞ്ഞ പോലെ കുറെ പറയാനുണ്ട്. അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞത് ഇതാണ്. നമ്മൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിന് ഒരിക്കലും ഇത് ഇങ്ങനത്തെ ഒക്കെ കളറ്, അതായത് പണ്ടൊക്കെ ഉള്ള ആളുകളൊക്കെ പണ്ടൊക്കെ ഇട്ടിരുന്നില്ലേ അങ്ങനത്തെ ഒരു കളറൊന്നും ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കട്ടാ. മാക്സിമം ബേജ് കളറുകൾ ചൂസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് വൈറ്റ് ഒക്കെ ഏത് കാലത്തും ഡ്രസ്സിലൊക്കെ അടിപൊളിയാണ്. അങ്ങനെ വെറൈറ്റി കളർ നോക്കുക. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എപ്പോഴും സാധാ കാണുന്ന കളർ സാധാ കാണുന്ന പാറ്റേൺ എടുക്കാതെ അവിടെ ഉള്ളതിൽ ഏതാ വെറൈറ്റി നോക്കുക. നല്ല വില കൂടുതലൊന്നും ഞാൻ ഒരിക്കലും പറയണില്ല. കാരണം അങ്ങനെ വില കൂടുതൽ ഡ്രസ്സ് നോക്കി വാങ്ങണ ആളല്ല ഞാനിവിടെ മാക്സിമം പോയിട്ട് 1 to 10 പോയിട്ട് ഡ്രസ്സ് എടുക്കുന്ന ആളാണ്. കാരണം ഇവിടെ 1 to 10 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നാട്ടിലത്തെ 100-200 ലെവലില്ല. ആ ലെവലില്ല. അത്ര അങ്ങനെ നോക്കി ഡ്രസ്സ് എടുക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഒരിക്കലും നമ്മൾ കുറച്ച് സ്റ്റൈലായിട്ട് നടക്കണം വെച്ചിട്ട് ഒരിക്കലും ഒരുപാട് പൈസ ചെലവാക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എടുക്കുന്ന ഡ്രസ്സിൽ നല്ലത് നോക്കി എടുക്കുക. അത്രേ ഉള്ളൂ. കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി പാറ്റേൺ നോക്കുക, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ നോക്കുക. പിന്നെ നമ്മളെ മൈൻഡിലൊരു ഇത് ആ ഒരു ടൈമിൽ അങ്ങനെ വന്നാൽ മതി. ആ ഒരു അങ്ങനത്തെ കളറുകളും കാര്യങ്ങളൊക്കെ. ഇതിനെ പറ്റിയ വീഡിയോ വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. അത്യാവശ്യം പറയാണ്ട് എനിക്ക്. അപ്പൊ അതാണ് ഡ്രസ്സിങ്ങിൽ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കണം എനിക്ക് തോന്നിയേക്കണ കാര്യമായിട്ടാണ്. സ്കേർട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഫുൾ ലെങ്ത് സ്കേർട്ട് എടുക്കാതിരിക്കുക. ഹാഫ് സ്കേർട്ട് ഇല്ല, ഹാഫ് സ്കേർട്ട് നല്ല ലുക്കായിരിക്കും. കാരണം അത്ര ഞാൻ ഡ്രസ്സിനെ പറ്റി പറഞ്ഞ് നിർത്തണം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ആക്സസറീസിനെ പറ്റിയിട്ടാണ്. ആക്സസറീസ് പറഞ്ഞാൽ നമ്മളെ വളമാല സംഭവങ്ങളൊക്കെ തന്നെ. പൊട്ട് മാക്സിമം ഒഴിവാക്കുക. മൊത്തം ഒഴിവാക്കുക ഞാൻ പറയുന്നില്ല. പൊട്ട് ഈ തരത്തിലുള്ള പൊട്ടുകൾ ഇടരുത് കേട്ടോ. അത് എന്ത് ഡ്രസ്സ് ആയിക്കോട്ടെ, നിങ്ങൾ നാടനായിക്കോട്ടെ മോഡേൺ ആയിക്കോട്ടെ, ഈ തരത്തിലുള്ള പൊട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ. അതൊക്കെ കുറെ മുന്നത്തെ ഒരു ഇതല്ലേ, അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതൊന്നും നിങ്ങൾക്ക് പൊട്ട് തൊടണമെന്ന് അത്ര നിർബന്ധം. ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോഴൊക്കെ പൊട്ട് തൊടണം അത്ര നിർബന്ധമാണെങ്കിൽ ഐലൈനർ എടുത്തിട്ട് ഇതേപോലെ ഒരു കുഞ്ഞു കുത്തൊക്കെ ഇട്ട് കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് ഇങ്ങനത്തെ കല്ലും ഇതൊക്കെ വെച്ച് പൊട്ടൊന്നും ഇടരുത് ഇട്ട. അതൊക്കെ നമ്മളെ ലുക്കിനെ മൊത്തം മാറ്റിക്കളയും. അത് കഴിഞ്ഞ് വരുന്നത് കമ്മലും അതെ ഇതേപോലെ ജീൻസും ടോപ്പ് ഇടുമ്പോ അല്ലെങ്കിൽ വെസ്റ്റേൺ ലുക്കില് അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുമ്പോ ഒരിക്കലും നിങ്ങൾ ജുംക്ക ഇടരുത്. ജുംക്ക അടിപൊളിയാണ് എല്ലാം ഞാൻ പറഞ്ഞില്ല. ട്രഡീഷണലിന്റെ കൂടെ ജുംക്ക ചേരും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ ജുംക്ക അതുപോലെ ഇങ്ങനെ ഞാത്തി ഇങ്ങനത്തെ കമ്മലുകളില്ലേ ഗോൾഡന്റെ, അതൊന്നും ഒരിക്കലും ജീൻസ് ടോപ്പ് ലുക്കിന്റെ കൂടെ നിങ്ങൾ ഇടരുത്. അത് ഒരു തരത്തിലും മാച്ചായി പോവില്ല കേട്ടോ. ഒരു രസം ഉണ്ടാവില്ല കാണാന്. അപ്പൊ നിങ്ങൾ ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോ ഇങ്ങനത്തെ സ്റ്റഡുകളില്ലേ, സ്റ്റഡുകൾ ഇടുക. പിന്നെ മിനിമൽ ആയിട്ടുള്ള റിങ് ഇടുക. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാട്ടെ. അതായത് മാലയ്ക്ക് വരുമ്പോ ഒരിക്കലും നല്ല കട്ടിയുള്ള നീളമുള്ള അങ്ങനത്തെ ഒന്നും മാല ഇടരുത്. ഒരിക്കലും ഇത് അതേപോലത്തെ സ്റ്റോണിന്റെ ഇതില്ലേ നെക്ലേസ് അങ്ങനത്തെ ഒന്നും ഇടരുത് കേട്ടോ. പണ്ടൊക്കെ ഞാനൊക്കെ ഇട്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നത്. അതാ പറഞ്ഞത് ഇങ്ങനത്തെ കട്ടിയുള്ള മാലകളൊന്നും ഇടാതെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മാലകൾ ഉണ്ടാവില്ലേ, അത് ഗോൾഡ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഫാൻസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള മാലകൾ അതിനൊരു കുഞ്ഞ പാൻഡന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ലുക്ക് ഒരു വേറൊരു ലുക്കായിരിക്കും കേട്ടോ. ഇതിന് കയ്യിലേക്ക് വരുമ്പോ വളകള്, ജീൻസ് ടോപ്പ്. അതായത് ഞാൻ ജീൻസ് ടോപ്പ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണത് നിങ്ങൾക്ക് ലുക്ക് മനസ്സിലാണെന്ന് വിചാരിക്കണു. നമ്മള് ആ ഒരു അങ്ങനത്തെ ഒരു ലുക്കിലേക്ക് നടക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അപ്പൊ ഒരിക്കലും ജീൻസിന്റെയും ടോപ്പിന്റെയും കൂടെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ വളകൾ ഇടരുത്. കണ്ടില്ലേ ഇതേപോലത്തെ വളകൾ, കമ്പി വളകൾ, ഗ്ലിറ്ററുള്ള വള, കുപ്പിവള ഒന്നും ഇടരുത് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് പറഞ്ഞ പോലെ ട്രഡീഷണൽ ലുക്കിൽ പട്ടുപാവാട ഇടുമ്പോ സാരി എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പൊ ഒരു ഡ്രസ്സ് ഏതാണ് ആ ഡ്രസ്സിനനുസരിച്ചുള്ള ആക്സസറീസ് ഇടാൻ നോക്കുക. അതാണ് മെയിൻ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വളകളൊന്നും ഇടാൻ നോക്കാതെ ഇതേപോലെ മിനിമൽ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ഇടാൻ നോക്കുക. ഇങ്ങനെ നൂല് പോലത്തെ ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കുക. അതൊക്കെ നമുക്ക് ഒരു ലുക്ക് തരും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് പാദസരം. ജീൻസ് ഇടുമ്പോൾ ഒരിക്കലും വെള്ളിപ്പാദസരം ഇടരുതേ. ഇതേപോലത്തെ വെള്ളിപ്പാദസരം ഒന്നും ഒരിക്കലും ഇടരുത്. ഭയങ്കര ഓക്വേർഡ് ലുക്കായിരിക്കും, ഭയങ്കര ഒരു ജാതി ലുക്കായിരിക്കും. അപ്പൊ വെള്ളിപ്പാദസരം ഒന്നും ഇടരുതിട്ട് ജീൻസിലേക്ക്. വെള്ളിപ്പാദസരം പട്ടുപാടയ്ക്കൊക്കെ ഭംഗി ഉണ്ടാവുക. അതാ പറഞ്ഞ. അപ്പൊ ജീൻസ് ഇടുമ്പോ അങ്ങനത്തെ പാദസരങ്ങളൊന്നും ഇടാതിരിക്കുക. ഇങ്ങനത്തെ ചരടുകളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ലെങ്ത് ജീൻസിലേക്ക് ഇത് ഇങ്ങനത്തെ ചരടുകളും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഇടാൻ വേണ്ടിട്ട് നോക്കുക. പിന്നെ ആക്സസറീസിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നെയിൽ പോളിഷ് ആണ് കേട്ടോ.
നെയിൽ പോളിഷ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടേന്ന് ഇങ്ങനെ ഗ്ലിറ്റർ ഉള്ള തരം നെയിൽ പോളിഷ് ഇട്ടേന്നല്ലേ, അത് ഒഴിവാക്കട്ടോ, അത് വേണ്ട. ഇനി അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ ഇനി നെയിൽ പോളിഷ് ഇടുമ്പോൾ നമ്മൾ നെയിൽ പെയിന്റ്, അതായത് ഇങ്ങനത്തെ ബേജ് ആയിട്ടുള്ള കളറിൽ ന്യൂഡ് കളേഴ്സിലുള്ള നെയിൽ പോളിഷുകൾ ഇടാൻ നോക്കുക, നെയിൽ പെയിന്റ് ഇടാൻ നോക്കുക. ഇങ്ങനത്തെ ഞാൻ ഫോട്ടോ ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അങ്ങനത്തെ വാങ്ങിക്കാൻ നോക്കുക. അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ അതിന് വില കൂടുതലൊന്നും ഇല്ല കേട്ടോ. സാധാ നമ്മൾ നെയിൽ പോളിഷ് അങ്ങനെ പൈസ തന്നെ അതിനുള്ളൂ. ഇങ്ങനത്തെ കളറുകൾ എടുക്കാൻ നോക്കുക കേട്ടോ. അതായത് ഒരുപാട് ഉദിച്ച കളറല്ലാതെ ഇങ്ങനത്തെ കളറുകൾ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കയ്യിനൊക്കെ ഒരു പ്രത്യേക ലുക്ക് ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചുരണ്ടി പോയി കഴിഞ്ഞാലും നമ്മൾ അറിയില്ല. നമ്മൾ സാധാ ഡാർക്ക് കളർ ഇട്ടിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അറിഞ്ഞിട്ട് വൃത്തികേടാവില്ല, അത് ഉണ്ടാവില്ല. അപ്പൊ ആക്സസറീസിനെ പറ്റിയിട്ട് നമ്മൾ അത്രയും പറഞ്ഞിട്ടാണ് നിർത്തുകയാണ് കേട്ടോ. ചുരുക്കിട്ട് ഞങ്ങൾക്ക് പറയണം. ഒരുപാട് സമയമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കും ബോറടിക്കില്ലേ, അതാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പിലേക്കാണ്. ചെരുപ്പ് നമ്മള് ജീൻസ് ഇടുകയാണെങ്കിൽ ഒരിക്കലും ഈ VKC ചെരുപ്പ് ഇടരുത്. ഒരുപാട് ആൾക്കാർ ഞാൻ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അതൊരു രസം ഉണ്ടാവില്ല കേട്ടോ. അതിന്റെ അപ്പൊ അതന്നെ നമ്മളൊരു ലുക്ക് മൊത്തം ആകെ കൊളാക്കും. അങ്ങനത്തെ ആ ചെരുപ്പ് മോശമാണെന്നല്ല ഞാൻ പറയണത്, വീണ്ടും പറയാണ്. ആ ചെരുപ്പ് ജീൻസിലേക്ക് ഇടരുത്, നിങ്ങളൊരു രസം ഉണ്ടാവില്ല. പിന്നെ ജീൻസിലേക്ക് ഇടുകയാണെങ്കിൽ തന്നെ ഷൂ മെയിൻ ആയിട്ട് ഒരു സംഭവം, ഒരു അടിപൊളി സംഭവമാണ് ഷൂ. ഒരുപാട് പൈസയുള്ള ഷൂവിനൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അത് ഞാൻ ഈ കാണിക്കുന്ന ഷൂലിന്റെ ഷൂ ആണ്. ഞാൻ ഈ ഷൂ വാങ്ങിച്ചത് 200 രൂപയ്ക്കാണ്. ഞാൻ 3 കൊല്ലം ഇട്ടിട്ടാണ് എന്റെ ഷൂ നാശമായത്. എന്നിട്ടും അങ്ങനെ ഒരുപാട് നാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും വില കുറവിലൊക്കെ നമുക്ക് അടിപൊളി ഷൂസ് വാങ്ങിക്കാൻ കിട്ടും. ഒരു വൈറ്റ് ഷൂ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഏത് ഡ്രസ്സിലേക്കും, വെസ്റ്റേൺ ലുക്കിലുള്ള ഏത് ഡ്രസ്സിലേക്ക്, ജീൻസ് ആയിക്കോട്ടെ, സ്കേർട്ട് ആയിക്കോട്ടെ, എന്തിലേക്ക് ആയിക്കോട്ടെ, കുർത്തി ടോപ്പ്, അങ്ങനത്തെ ടോപ്പ്, അങ്ങനെയുള്ള ഡ്രസ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതേപോലത്തെ ഒരു ഷൂ ഉണ്ടെങ്കിൽ അടിപൊളി. ഒരു വൈറ്റ് ഷൂ ഉണ്ടായാൽ മതി. 200 രൂപയ്ക്കൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഷൂ വാങ്ങിച്ചു വെക്കുക, അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അപ്പോ ജീൻസിലേക്ക് മെയിൻ ആയിട്ട് ഷൂ ആണ്. എന്റെ ഒരു പ്രിഫറൻസ് ഷൂ ആണ് എന്തായാലും. പിന്നെ കുർത്തി ടോപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ ഇതേപോലത്തെ ഫ്ലാറ്റ്സ് ഇല്ലേ, ഇങ്ങനത്തെ ഫ്ലാറ്റ്സ് ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇല്ലേ, ഇങ്ങനത്തെ ചെരുപ്പ്, ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ നേരത്തെ പറഞ്ഞ പോലത്തെ VKCയുടെ അങ്ങനത്തെ ചെരുപ്പുകളും ഒരുപാട് സ്റ്റോൺ വെച്ചുള്ള ചെരുപ്പുകളൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ 4 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഓടിച്ച് പറഞ്ഞേക്കാം കേട്ടോ. വിശദമായിട്ട് ഓരോ പോയിന്റ് ഓരോ വീഡിയോ വെച്ച് ചെയ്യാനുള്ളതുണ്ട് എനിക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ 4 പോയിന്റ് കഴിഞ്ഞ് 5ാമത്തെ പോയിന്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ലാസ്റ്റ് പറഞ്ഞുതരാന്നാ പറഞ്ഞ. 5ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്മെല്ല്, അത് മെയിൻ ആണ്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളൊരു ഗുഡ് സ്മെല്ലിൽ ഇരിക്കുക. അതായത് നല്ലൊരു പെർഫ്യൂം യൂസ് ചെയ്യുക. നമ്മളെ ബോഡി ഒന്നാമത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. നല്ലൊരു പെർഫ്യൂം യൂസ് ചെയ്യുക. നമ്മൾ കയ്യിൽ തന്നെ കരുത്. പോക്കറ്റ് സ്പ്രേ ഒക്കെ ഉണ്ടാവില്ലേ, നല്ലൊരു മണലൊരു സ്പ്രേ. അത് മൊത്തം ഇങ്ങനെ മേല് ഇതാക്കണം എന്നല്ലേ പറഞ്ഞത്. ജസ്റ്റ് നമ്മൾ പൾസ് പോയിന്റിൽ ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അതായത് നമുക്ക് ഒരു പുറത്തേക്ക് പോവാണ് എത്രയായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വേർപ്പിന്റെ മണം വരും, ഉറപ്പാണ്. കാരണം നല്ല ചൂടൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് നമുക്കൊരു സ്മെല്ലോ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മളൊരു സ്മെല്ലോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ നമ്മള് ഡ്രസ്സും ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ നല്ല സ്മെല്ലോടും കൂടി ഇരിക്കുകയാണെങ്കിൽ അത് നമ്മളൊരു ഇത് ഹൈ ആക്കി വെക്കുള്ളൂ. അതായത് നമ്മളൊരു അറ്റയറും നമ്മളൊരു ഒരു ഇംപ്രഷനും ഒക്കെ ഹൈ ആയിട്ട് വെക്കുള്ളൂ എപ്പോഴും. അപ്പൊ ആ സ്മെല്ല് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതായത് ലാസ്റ്റിക്ക് വെച്ചത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റിക്ക് വെച്ചത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റുകളൊക്കെ പറയാനുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിത് പറയാൻ പാടുണ്ടല്ലോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയണത്, ആരും ഇത് അംഗീകരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത്. ഇങ്ങനത്തെ ഡ്രസ്സാണ്, അതായത് മോഡേൺ ലുക്കിലുള്ള ഡ്രസ്സാണ്, ഫ്രോക്ക്, ജീൻസ് ടോപ്പ്, അങ്ങനത്തെ ഡ്രസ്സുകളാണ് നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കണെച്ചെങ്കിൽ മാക്സിമം നല്ല കട്ടിയുള്ള നിങ്ങളുള്ള താലിമാലയും പിന്നെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വരയ്ക്കുന്ന സിന്ദൂരം ഇല്ലേ, അതൊന്നും ഒഴിവാക്കാൻ നോക്കും. ഞാനിത് പറയാൻ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. ഓരോരുത്തർക്കും ഓരോ വികാരങ്ങൾ ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നുള്ളൂ. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് തോന്നിയേക്കണത് ഒരു തിന്നായിട്ടുള്ള താലിമാല, ഒരു കുഞ്ഞു താലി, എന്നിട്ട് സിന്ദൂരം തൊടണം നിർബന്ധമുള്ള ആളുകൾ കുഞ്ഞതായിട്ടൊരു സിന്ദൂരം തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ ഇഷ്ടം നടക്കും, അല്ലെ നമ്മളെ ഒരു ഇത് നടക്കും, നമുക്ക് ലുക്ക് കുറച്ചും കൂടി ഒരു ഇതായിട്ട് നടക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നതിനെ പറ്റി കൂടുതൽ ഞാൻ പറയണില്ല. കാരണം എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഈ ഒരു കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അതിനെ ഞാൻ മാനിക്കണം കേട്ടോ. കാരണം എല്ലാത്തേക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ലൈറ്റായി സൂചിപ്പിച്ചെന്നുള്ളൂ, നിർബന്ധമില്ല. പക്ഷെ എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു മേക്ക് ഓവർ ആയി തീരുന്നുള്ള ഉറപ്പാണ്. നിങ്ങൾ സാധാ കാണുന്ന ഒരു ലുക്കിൽ നിങ്ങളൊന്ന് മാറി എന്തായാലും മാറി വരുന്നു. ഒറ്റയടിക്കൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ പതുക്കെ മാറി വരാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ ഓർണമെന്റ് വെച്ചാൽ നമ്മള് ഇതൊന്നുമല്ല. നമ്മളെ ഏറ്റവും വലിയ ഓർണമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കോൺഫിഡൻസ് ആണ്. അതിപ്പോ നിങ്ങൾ എന്ത് ഡ്രസ്സ് ഇട്ടോട്ടെ, നാടൻ ഡ്രസ്സായാലും മോഡേൺ ഡ്രസ്സായാലും, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുടി എങ്ങനെ കെട്ടിയാലും എന്ത് ആക്കിയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ കോൺഫിഡന്റ് ആണോ, അതാണ് നിങ്ങളുടെ ബ്യൂട്ടി.
മുഖത്തൊരു ചിരി ഉണ്ടാവും, മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി. അത് തന്നെയാണ് ഏറ്റവും വേണ്ടത് മനുഷ്യന്മാർക്ക്. ഇതൊക്കെ സെക്കൻഡാണ്, ഇതൊക്കെ ഒരു സെക്കൻഡറി ആണ്. പക്ഷെ നമുക്കിങ്ങനെ ആഗ്രഹം ഉണ്ടാവും. ചെറുപ്പത്തിൽ എനിക്കായാലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ ഇത് എങ്ങനെയാണ് അവരിങ്ങനെ നടക്കണേന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോ പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒരുപാട് മോഡേൺ സ്ത്രീകൾ ഞാൻ അവരെ കാണുമ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ ഞാൻ അങ്ങനെ നിരീക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ നിരീക്ഷിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നേക്കണത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ ആഗ്രഹമായിട്ട് അങ്ങനെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ടിപ്പൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞിടയ്ക്ക് ഇനി ഇഷ്ടമാണ്. പക്ഷെ നമ്മള് വീഡിയോ ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ബൈ.